Praise the Lord. Hallelujah. Hallelujah. വീണ്ടും ദൈവമായ കർത്താവ് ഇവിടെ നിൽക്കാൻ അനുവദിച്ച ദൈവത്തിന് നന്ദി പറയുന്നു, സ്തുതി പറയുന്നു. ദൈവത്തിന്റെ അനുവാദമില്ലാണ്ട് ഒരുവനും ഒരു വാക്യം, ഒരു വേർഡ് വരെ സ്പീക്ക് ചെയ്യാൻ, സംസാരിക്കാൻ സാധിക്കില്ല. ആ ദൈവത്തിന്റെ ഹിതം എപ്പോഴും, ആ ഹിതം നമ്മളിൽ നിറവേറാൻ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എല്ലാവർക്കും, കടന്നു വന്ന എല്ലാവർക്കും എൻ്റെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹം നിറഞ്ഞ വന്ദനം. ഹല്ലേലൂയ, ഗ്ലോറി ഗ്ലോറി. താങ്ക് യു ഫാദർ, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. എല്ലാ തവണ ചോദിച്ച പോലെ ഈ തവണ ഞാൻ ചോദിക്കുന്നു, എല്ലാവരും സന്തോഷമല്ലേ? ദൈവത്തിന്റെ സന്തോഷം പ്രാപിക്കാൻ ദൈവത്തിനെ സ്നേഹിക്കാൻ നമ്മൾ പഠിക്കണം. എന്താണ് ദൈവസ്നേഹം? അത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രം നമുക്ക് ആ സന്തോഷം, ആ സ്നേഹം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമല്ലോ. നമ്മളുടെ മുഖത്ത്, നമ്മളുടെ ഫേസ് അത് എടുത്തു പറയല്ലോ. ആ സ്നേഹം, ദൈവസ്നേഹം നമ്മൾ തിരിച്ചറിയണം. എത്ര പേർക്ക് ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്? അതവന നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മുടെ ആത്മാവിലും നമ്മൾ ചോദിച്ചിരിക്കണം. എപ്പോഴും ദൈവസ്നേഹമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ആ ഒരു ജീവിതത്തിൽ ആ ഒരു കാര്യം നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം എപ്പോഴും സന്തോഷപൂർവ്വമായിരിക്കും. നമ്മൾ എപ്പോഴും പ്രസാദമായിരിക്കും. നമ്മുടെ മുഖത്ത് നമ്മളെ കാണുന്ന വ്യക്തികളെല്ലാം നമ്മൾ പറയും, നിങ്ങൾ എന്താണ്, നിങ്ങളുടെ മുഖത്ത് ഇത്ര പ്രസാദം എങ്ങനെയാണ്? ആ ദൈവത്തിന്റെ സ്നേഹമാണ് നമ്മളെ പ്രസാദിക്കപ്പെടുന്നത്. കർത്താവിന്റെ വചനം പറയുന്നു, ഞാൻ തന്ന ഈ പ്രകാശം നീ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, നീ മറ്റുള്ളവർക്ക് പങ്ക് വെച്ചു കൊടുക്കുക. ഷെയർ ദിസ് ലൈറ്റ് ടു ദി വേൾഡ്. നീ ഈ പ്രകാശം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനാണ് ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇന്നത്തെ ഈ ദൈവത്തിന്റെ സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, എപ്പോഴും എല്ലാവരും വിചാരിക്കും എപ്പോഴും ഒരു നെഗറ്റീവ് ആണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു പോസിറ്റീവ് കാര്യം ദൂത് പറയാണ്. ഇവിടെ 100% ഒരു 10% ഒരു ആത്മീയ വളർച്ചയാണ് ഈ സഭയിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓരോ മക്കളുടെ ഉള്ളിൽ ആത്മീയ ഒരു വളർച്ച ആരംഭിച്ചു കഴിഞ്ഞു. 100-ൽ 10% കേട്ടാ. 100%-ൽ 10% മാത്രം നിങ്ങളിൽ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. ഇത് വലിയൊരു പോസിറ്റീവ്നെസ് ആണ്. ആ പോസിറ്റീവ് ഒരിക്കലും കീഴ്പോട്ടേക്ക് വരാൻ പാടില്ല. പൊന്തി 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 മേലേക്ക് പോണം. അതാണ് നമ്മുടെ ആത്മീയ വളർച്ച. ആത്മീയ വളർച്ച നമുക്ക് ഉണ്ടായ ഈ പറഞ്ഞ സന്തോഷം, പ്രസാദം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഇത് ഈ സഭയിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇത് ഞാൻ വെറുതെ പറയല്ല. ഞാൻ അവിടെ ഇരിക്കുമ്പോ എന്നോട് കർത്താവ് പറയാണ്, the spiritual journey has begun. ആത്മീയ ആ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു നിങ്ങളുടെ ഉള്ളിൽ. ഹല്ലേലൂയ, ഗ്ലോറി. ഇന്നത്തെ ഒരു ചോദ്യമാണ്, കർത്താവ് പ്രവർത്തിച്ച ഏറ്റവും വലിയ അത്ഭുതം ഏതാണ്? Which is the greatest miracle Lord Jesus has performed? ഏത് അത്ഭുതമാണ് ദൈവം ഏറ്റവും മഹത്വത്തിൽ പ്രവർത്തിച്ചത്? ആ അത്ഭുതം എത്ര മഹത്വമാണ് നിങ്ങൾക്ക് തിരിച്ച് അറിയാൻ സാധിച്ചിട്ടുണ്ട്? ആ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഏത് അത്ഭുതമാണ് യേശു? Which is the greatest miracle of Jesus Christ? ആർക്കെങ്കിലും പറയാൻ പറ്റും? പാപികളായി നമ്മളെ സ്നേഹിച്ചു. അടുത്തത് ആരെങ്കിലും വേറെ ഒരു ഉത്തരണ്ടാ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വെരി ഇമ്പോർട്ടന്റ്.
പാപികളെ സ്നേഹിച്ചു, പാപം ക്ഷമിച്ചു. God has given us the salvation. ദൈവം നമുക്ക് മുക്തി തന്നു, നമുക്ക് സ്വർഗത്തിന്റെ വാതിൽ തുറന്നു തന്നു. എല്ലാം അറിയാം നമുക്ക്. പക്ഷേ ഏറ്റവും വലിയ അത്ഭുതം, which is the greatest miracle, അത് ഇന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഇന്ന് കർത്താവ് ആ ഒരു വചനമാണ് നമ്മുടെ അടുത്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. That is the word of God which God wants to speak to you. ആ വചനം തിരിച്ചറിയണം. ലൂക്ക് ചാപ്റ്റർ 22, ലൂക്കോസ് 22 അധ്യായം Luke chapter 22 verse 39 to 43. 39 മുതൽ 43 വരെ വചനം ഒന്ന് വായിച്ചു. പിന്നെ അവൻ പതിവ് പോലെ ഒലിവ് മലയ്ക്ക് പുറപ്പെട്ടു പോയി. ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. ആ സ്ഥലത്തെത്തിയപ്പോൾ 23 അധ്യായം 39 മുതൽ 41 വചനം. തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. 43 വരെ. പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്നു നീ എന്നോടുകൂടെ പറുദീസായിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഈ വചനം എപ്പോഴും കേൾക്കുന്ന വചനമാണല്ലേ. പക്ഷെ ഈ വചനത്തിൽ ഒരു ഭയങ്കര വലിയൊരു സീക്രറ്റ് ഉണ്ട്, സത്യമുണ്ട്. യേശുവിന്റെ കൂടെ 2 കള്ളന്മാരനെ ശിക്ഷിക്കപ്പെട്ടു. അവര് ചെയ്ത തെറ്റിന് വേണ്ടി യേശുവിന്റെ അതേ ശിക്ഷണം അവർക്കും കിട്ടി. അവരുടെ പാപമുഖാന്തരം ചെയ്ത ശിക്ഷ. അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ശിക്ഷ പറഞ്ഞു കഴിഞ്ഞാൽ കുരിശിലുള്ള മരണമാണ്. The death of cross, the penalty of cross. ആ ശിക്ഷ ആ 2 കള്ളന്മാർക്ക് കൊടുത്തു. ആ ശിക്ഷയുടെ ഒപ്പം ഒരു പാപം ചെയ്യാത്ത കർത്താവായ ദൈവം നമ്മളുടെ പാപം ഏറ്റുവാങ്ങി ആ കുരിശിൽ മരണപ്പെട്ടു. നമ്മളുടെ പാപത്തിന് വേണ്ടി, ഈ ലോകത്തിന്റെ പാപത്തിന് വേണ്ടി, ഈ പ്രപഞ്ചത്തിന്റെ പാപത്തിന് വേണ്ടി. പക്ഷെ ആ 2 കള്ളന്മാർക്ക് കിട്ടിയ ശിക്ഷണം അവര് ചെയ്ത തെറ്റുകളും അവര് ചെയ്ത പാപത്തിന് വേണ്ടിയാണ്. ഇന്ന് യേശു ക്രിസ്തു, നിങ്ങളൊന്ന് ഇമാജിനേഷൻ ചെയ്തു. യേശു ക്രിസ്തു ഇങ്ങനെ കുരിശില് തൂങ്ങിക്കിടക്കുന്നു. ഒരു ഭാഗത്ത് റൈറ്റ് സൈഡിൽ ഒരു കള്ളനിരിക്കുന്നു, ലെഫ്റ്റ് സൈഡില് ഒരു കള്ളനിരിക്കുന്നു. ഈ 2 ആളിലും ഒരാള് യേശുവിനെ വിധിക്കുന്ന കള്ളനാണ്, ഒരാള് പശ്ചാത്താപിക്കുന്ന കള്ളനാണ്. അവിടെ അവൻ ചെയ്ത തെറ്റിന് വേണ്ടി അവൻ പശ്ചാത്താപിക്കുകയാണ്. അവൻ കർത്താവിന്റെ അടുത്ത് ആ പാപം ഏറ്റുപറയാന്. മറ്റൊരു കള്ളൻ പാപം ചെയ്തു, പക്ഷെ പശ്ചാത്താപത്തിന്റെ പകരം അവൻ യേശുവിനെ ചോദ്യം ചോദിക്കുകയാണ്. യേശുവോട് പറയാണ്, നീ ദൈവമാണെങ്കിൽ, നീ ഈ പ്രപഞ്ചത്തിന്റെ ദൈവമാണെങ്കിൽ, നീ ആദ്യം നിന്നെ തന്നെ രക്ഷിക്കി, എന്നെയും രക്ഷിക്കി.
രണ്ടാമത്തെ കള്ളം പറയുന്ന വാക്ക് അങ്ങനെയല്ല. രണ്ടാമത്തെ കള്ളം പറയുന്നു, ഞങ്ങൾക്ക് കിട്ടിയ എന്താ, നീയും ഞാനും ചെയ്ത പാപത്തിന് വേണ്ടിയാണ് നമ്മൾക്ക് കുരിശ് മരണം നൽകിയത്. പക്ഷേ ഈ മനുഷ്യൻ എന്തിനാണ് കുരിശിൽ വിധിക്കപ്പെട്ടത്? അത് എന്റെയും നിന്റെയും ഈ ലോകത്തിന്റെ പാപത്തിന് വേണ്ടിയാണ്. ആ രണ്ടാമത്തെ കള്ളൻ അവിടെ ആ കുരിശിൽ കിടന്ന് പീഡനം അനുഭവിച്ചുകൊണ്ട്, വേദന അനുഭവിച്ചുകൊണ്ട്, കരഞ്ഞ് നിലവിളിച്ച് കർത്താവിന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ നീ നിന്റെ രാജ്യത്തിൽ എന്നെയും ഓർക്കണേ. That is the greatest miracle of Jesus Christ. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഒരു മാനസാന്തരമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. ഒരുവന് മാനസാന്തരമില്ല, പക്ഷെ എല്ലാ അത്ഭുതങ്ങളും ആ വ്യക്തി ദർശിച്ചു, അനുഭവിച്ചു. പക്ഷെ മാനസാന്തരം ഇല്ലെങ്കിൽ അവനൊന്നുമല്ല. നീ ലോകം മൊത്തം നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ട എന്ത് പ്രയോജനം? ആ മാനസാന്തരമാണ് ഇന്ന് ഓരോ മക്കൾക്ക്, ഓരോ ദൈവ പൈതൽക്ക്, ഓരോ ദാസിക്ക് വേണ്ടത്. ഇന്ന് ലോകം അന്വേഷിച്ചു നടക്കുന്നത് അത്ഭുതമടയാളം. എന്താ അത്ഭുതമടയാളം? ഇതാണ് ഏറ്റവും വലിയ അത്ഭുതമടയാളം, മാനസാന്തരം. നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരപ്പെടണം. ഈ മാനസാന്തരം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും നമുക്ക് ഒരു പ്രയോജനമില്ല. ഇന്നും നമ്മളിൽ പല ആൾക്കാര്, പല വിശ്വാസത്തെ സഭയിൽ ഇരിക്കുന്ന ആൾക്കാര് ദൈവത്തിന്റെ അടുത്ത്, കർത്താവിന്റെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നീ ദൈവമാണെങ്കിൽ എന്നെ ഈ പ്രതിസന്ധിയിൽ നിന്ന് എന്നെ പുറത്തേക്ക് എടുക്ക്. നീ ദൈവമാണെങ്കിൽ എന്റെ രോഗങ്ങളും ക്ഷീണങ്ങളും മാറ്റ്. നീ ദൈവമാണെങ്കിൽ എനിക്ക് ജോലി ഇതാ. നീ ദൈവമാണെങ്കിൽ എനിക്ക് എന്റെ കല്യാണ വിവാഹം നടക്കട്ടെ. നീ ദൈവമാണെങ്കിൽ എനിക്കൊരു ഭവനം പണിയാൻ തരട്ടെ. നമ്മള് പലപ്പോഴും ഈ വിഷയം മറന്നു പോവാണ്. നമ്മളും ആ രണ്ടാമത്തെ കള്ളൻ, ആ ആദ്യത്തെ കള്ളനായിട്ട് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. രണ്ടാമത്തെ കള്ളനായിട്ട് പ്രവർത്തിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലും എന്റെ ജീവിതത്തിലും ദൈവസ്നേഹം, ആ രണ്ടാമത്തെ കള്ളന് വന്ന ആ ദൈവസ്നേഹം നമുക്ക് ഉണ്ടായിരിക്കണം. ആ പശ്ചാത്താപം നമുക്ക് ഉണ്ടായിരിക്കണം. ആ പശ്ചാത്താപം നമുക്ക് ഇല്ലെങ്കിൽ നമ്മളൊന്നുമല്ല. നമ്മൾ ചെയ്തു കൂട്ടുന്നതൊന്നുമല്ല. This is the greatest miracle. ഞാനും നിങ്ങളും എന്റെയും മാനസാന്തരമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങളിൽ പലരും ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ മാനസാന്തരപ്പെട്ടിട്ടുണ്ട്, ഞാൻ സ്നാനം സ്വീകരിച്ചു, ഞാൻ മാനസാന്തരപ്പെട്ടു. മാനസാന്തരം എന്താണ്? ഒരുവൻ മാനസാന്തരപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ജീവിതം, അവളുടെ ജീവിതം മൊത്തം മാറി. അവൾ മറ്റുള്ളവർക്ക് പ്രകാശമായി മാറും, വഴിയായി മാറും. ഇന്ന് ഈ സഭയിൽ ഒരു തീരുമാനം, ഇന്ന് പ്രാർത്ഥനയിൽ ബെന്നി ബ്രദർ പ്രാർത്ഥിക്കുമ്പോ ഈ സഭയിൽ എത്രേ മാസങ്ങളായി, കൊല്ലങ്ങളായി നിർത്തിപ്പോയ, അല്ലെങ്കിൽ പല സാഹചര്യം അനുസരിച്ച് അത് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് സുവിശേഷ വേല. ആ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഒരു സഭയുടെ ഏറ്റവും വലിയ ദൗത്യം. അതാണ് ഏറ്റവും വലിയ ദൗത്യം. ഇന്ന് നിങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോ, ആ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പോ ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നാം ആരാണ്? ഇനി എന്റെ ജോലി എന്താണ്? ഞാൻ എങ്ങനെയായിരിക്കണം എന്റെ ജീവിതത്തിൽ ഞാൻ പ്രവർത്തിക്കേണ്ടത്? ആ ദൈവിക ജ്ഞാനത്തിലും പ്രകാശത്തിലും ദൈവത്തിന്റെ വെളിച്ചത്തിലും നമ്മൾ പ്രവർത്തിക്കണം. അപ്പൊ നോക്കിക്കോ, നിങ്ങൾ കടന്നു ചെല്ലുന്ന ഭവനങ്ങള്, നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തികള്, എല്ലാവർക്കും മാനസാന്തരത്തിന്റെ ആ എഡ്ജിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. That is the true value of Christian life. That is the true value of the Christian life. അല്ലാത്ത ഒരു ക്രിസ്ത്യൻ ലൈഫ് നമുക്ക് ഇല്ല. അതാണ് നമ്മൾ ചെയ്യേണ്ടത്.
നിങ്ങൾ വിചാരിക്കുക ഞാൻ ഇന്ന് വെള്ള ഷർട്ട് ഇട്ടിട്ട് ഇവിടെ ഈ മൈക്ക് പിടിച്ച് നിൽക്കുന്നത് അതൊരു ജോസേട്ടന്മാർ പറഞ്ഞു ഞാൻ വന്ന് മൈക്ക് പിടിച്ചു, അങ്ങനെയല്ല. എത്ര വർഷങ്ങളായി ഇതിന്റെ ഈ വേലയിൽ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ സമർപ്പിച്ചു. എത്ര തവണ ഞങ്ങൾ കണ്ണീര് ഞങ്ങളുടെ ഈ ഭൂമിയിലേക്ക് ഞങ്ങൾ വീഴ്ത്തി. എത്ര തവണ ദുഃഖങ്ങളും ക്ലേശങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. പക്ഷെ അതെല്ലാ സമയത്ത് ഒരിക്കലും ദൈവത്തിനെ തള്ളി പറയാൻ ദൈവം അനുവദിച്ചില്ല. ദൈവം ശക്തി പകർത്തുകൊണ്ടിരുന്നു. ഏറ്റവും ആദ്യം ഞാൻ ദൈവസന്നിധിയിൽ കരയുന്നത് ഞാൻ വിശ്വാസം സ്വീകരിക്കുമ്പോ. രണ്ടാമത്തെ തവണ ഞാൻ ദൈവസന്നിധിയിൽ കരയുന്നത് ഞാൻ വിശ്വാസം സ്വീകരിച്ച് വിശ്വാസത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോ എന്നെ എല്ലാവരും തള്ളി പറയുന്നത് എങ്ങനെയാ? ഞാൻ ഒരു കന്യാസ്ത്രീനെ റേപ്പ് ചെയ്തു പറഞ്ഞിട്ട് ഒരു സന്ദേശം നമ്മുടെ പോട്ടാശ്രമത്തെ താബോറാശ്രമത്തെ കൊച്ചു മാത്യു എലുങ്കൽ അദ്ദേഹം പ്രാർത്ഥിച്ചു പറഞ്ഞു, നീ ഒരു കന്യാസ്ത്രീനെ റേപ്പ് ചെയ്തു ഞങ്ങൾക്ക് ദർശനം കിട്ടി. അതായിരുന്നു രണ്ടാമത്തെ കരച്ചില്. മൂന്നാമത്തെ കരച്ചില് എന്റെ വിവാഹ സമയത്ത് ഒരു വിവാഹ സമയത്ത് നിങ്ങളിൽ ആരെങ്കിലും സ്റ്റേജിൽ നിന്ന് കരഞ്ഞിട്ടുണ്ടോ? ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഫോട്ടോഗ്രാഫർ പറയാ നിങ്ങളുടെ കരച്ചിൽ എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല, വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. എന്തിനു കരഞ്ഞു? ആ ദുഃഖത്തിലും സന്തോഷത്തിലും നിന്ന് ആ ദൈവത്തിന്റെ മഹിമം ദർശിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നു. നാലാമത്തെ കരച്ചില് എന്റെ കൊച്ചു ജനിച്ചപ്പോ എനിക്ക് തന്നു ആ കൊച്ചുമകനായ ജേക്കബ്, അവന്റെ പേര്. അവൻ ജനിച്ചപ്പോ ഡോക്ടർ അവനെ ഡിക്ലെയർ ചെയ്തു അവൻ ഒരു മന്ദബുദ്ധിയാണ്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ബോംബെയിലത്തെ വലിയ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയി വലിയ ഡോക്ടർ പറഞ്ഞു, നിന്റെ മകൻ നീ ഇത് ആദ്യം തന്നെ പരിശോധിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അബോർട്ട് ചെയ്ത് കളയണ, നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്തത്? ആ സമയത്ത് ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് എന്നിട്ടാ പറഞ്ഞറിയോ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, അങ്ങേ തന്ന ഈ മകൻ എങ്ങനെയായാലും ഈ മകന്റെ ശുശ്രൂഷ ചെയ്യാനും ഈ മകനെ ഞാൻ നോക്കാനും ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ശക്തി എനിക്ക് തരണേ, എനിക്ക് അതിനുള്ള ബലം തരണമേ എന്ന് ഞാൻ ദൈവത്തിന്റെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പൊ ദൈവം ഇത്രമാത്രം ഡോക്ടർ കൈവിട്ടപ്പോ ഇത്രമാത്രം ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ വിധി എഴുതിയപ്പോ എന്റെ കർത്താവ് എന്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ മകൻ സൗഖ്യപ്പെട്ടു. ഇന്ന് അതേ മകൻ, ജേക്കബ് പറഞ്ഞ മകൻ, നിങ്ങളുടെ മുന്നിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ കാരണം? എങ്ങനെയാണ് ഇത് ചെയ്യാൻ സാധിക്കുന്നത്? ആ ദൈവ സ്നേഹം, that is the power of the love of God. ആ ദൈവസ്നേഹമാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. ആ ദൈവസ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവം നമ്മളുടെ ഉള്ളിൽ വലിയ അത്ഭുതം അടയാളം പ്രവർത്തിക്കും. അതെപ്പോ പ്രവർത്തിക്കും? ആ ശരിയായ മാനസാന്തരം നമുക്ക് ഉണ്ടായിരിക്കണം. ആ മാനസാന്തരം ഉണ്ടായിരിക്കണം. ആ മാനസാന്തരം ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുക. ഇന്ന് ഈ കാര്യം എന്നോട് ദൈവം പറയാൻ പറഞ്ഞു, ഞാനൊരു ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ കാര്യം എന്നോട് പറയാൻ പറഞ്ഞു, നീ ഇത് പറയൂ സഭയുടെ ഉള്ളിൽ. നിന്റെ ദൈവം നിനക്ക് വേണ്ടിയും നിന്റെ വിശ്വാസം കാത്തു പരിപാലിക്കാനും രക്ഷിക്കാൻ നിന്റെ ദൈവം എന്തൊക്കെയാ ചെയ്തത് കുട്ടി. നമ്മളിൽ ഇന്ന് പല പേരും ദൈവത്തിന് മുന്നിൽ ഇരുന്ന് നിരാശപ്പെട്ടിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് കരഞ്ഞുകൊണ്ടിരിക്കുക? അയ്യോ എന്റെ കർത്താവേ, എന്താണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത്? എന്താണ് ഞാൻ ചെയ്തത്? കർത്താവേ, എന്താണ് നീ അനുവദിച്ചു കൊടുത്തത്? ഇല്ല, അങ്ങനെയല്ല നമ്മൾ പറയേണ്ടത്, അങ്ങനെയല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ ഇതെല്ലാം നേരിടാനും ഇതെല്ലാം കൈകാര്യം ചെയ്യാനും ഇതുവേണ്ടി പ്രാർത്ഥിക്കാനുള്ള ശക്തിയാണ് നമ്മൾ ദൈവത്തിന്റെ അടുത്ത് ചോദിക്കേണ്ടത്.
നോക്കിക്കോ, നിങ്ങൾ പ്രസാദിക്കും, നിങ്ങളുടെ മുഖം പ്രസാദിക്കപ്പെടും. നിങ്ങൾ കാണുന്ന വ്യക്തികളെല്ലാം പറയും, എന്താണ് നിങ്ങൾ ഈ പ്രസാദത്തിന്റെ രഹസ്യം എന്താണ്, ഈ ചിരിച്ചു നിൽക്കുന്ന രഹസ്യം എന്താണ്, നിങ്ങൾ ആരെടുത്ത് സംസാരിച്ചാലും മാനസാന്തരം വരുന്ന രഹസ്യം എന്താണ്? ഇതാണ് രഹസ്യം. ദിസ് ഈസ് ദ സീക്രട്ട്. ഇതെല്ലാം ചെയ്യാണ്ട് നമ്മളെല്ലാം ഇന്നും ആദ്യത്തെ കള്ളൻ കുരിശിൽ ദൈവത്തിനെ പഴിച്ചാറിന പോലെ ഇന്നും ദൈവത്തിനെ എന്നും കുരിശിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും ദൈവത്തിനെ കുരിശിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് ഹെബ്രായർ 6 chapter 4 verse 6 ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 6:4-6 വാക്യം ഒന്ന് വായിച്ചു. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്കു തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരുമാകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. ഹല്ലേലൂയ. ഒരുവൻ ആത്മീയ പാല് രുചിച്ചു കഴിഞ്ഞ് ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞ് ദൈവത്തിന്റെ മാർഗത്തിൽ നടന്ന ഒരു വ്യക്തികൾ പിന്മാറ്റം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അവര് ദൈവത്തിനെ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ, അവര് ദൈവത്തിന്റെ മഹത്വത്തിന് ജോലി ചെയ്യാണ്ട് അവനാന്റെ മഹത്വത്തിന് അവര് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചിരിക്കും. അവർക്ക് ഒരിക്കലും തിരിച്ച് ദൈവസന്നിധിയിലേക്ക് വരാൻ സാധിക്കില്ല. എന്താണ്? നമ്മൾ ദൈവത്തിന്റെ ആ സ്നേഹം രുചിച്ചറിഞ്ഞ ആൾക്കാരാണ്. അപ്പോ ഈ സ്നേഹം നമ്മളിൽ ഒരിക്കലും കുറയാൻ പാടില്ല. നെവർ ഗീവ് എനി ചാൻസ് ടു ഡിക്രീസ് അവർ ഫെയ്ത്ത്, decrease the love of God. നമ്മളുടെ ആ ദൈവത്തിന്റെ സ്നേഹം ഒരിക്കലും കുറയാൻ അനുവദിക്കരുത്. നമ്മൾ അതിനുവേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ആ നിരന്തരം പ്രാർത്ഥിക്കുമ്പോഴാണ് ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ദർശനം നമുക്ക് ലഭിക്കുക. ഇന്ന് ആരംഭിക്കാൻ പോകുന്ന ഈ ശുശ്രൂഷ നമ്മളെ ഈ സഭയുടെ ഉള്ളിൽ ആ ഒരു ശുശ്രൂഷ നിങ്ങളെ ദൈവം കൈ ഉയർത്തി നിങ്ങളെ ഉയർത്തും. അത് ഒരിക്കലും നിർത്താൻ അനുവദിക്കരുത്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. That is a real work for the Lord. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ പറയുന്നത്, എന്റെ 23 വയസ്സിൽ ഞാൻ ശുശ്രൂഷ ആരംഭിച്ച ആളാണ്. എല്ലാ സുഖങ്ങളും എല്ലാം പേരും പരിമയും ഒക്കെ വിട്ട് ദൈവത്തിന്റെ വേലയ്ക്ക് ഞാൻ ഇറങ്ങി തിരിച്ചതാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഭയങ്കര എളുപ്പമായിരുന്നു. ഒരു എളുപ്പമുണ്ടായില്ല. ഞാൻ റോട്ടിൽ നിന്ന് ചെല്ലുമ്പോൾ ചിലർ മെന്റലായി, ഇവൻ സൈക്കിക്കായിക, ഇത് ഹേ പാഗൽ ഹോ ഗയ, ഹിന്ദിയിൽ പറയും ഹേ പാഗൽ ഹോ ഗയ. പോലീസ് സ്റ്റേഷനിൽ ഒരു തവണ ഞാൻ സുവിശേഷം പറഞ്ഞപ്പോ പോലീസുകാരൊക്കെ പിടിച്ചു കൊണ്ടുപോയിട്ട് സ്റ്റേറ്റ്മെന്റ് എഴുതിച്ചു. ഇയാൾക്ക് മാനസികം ആ ലെവലൊക്കെ തെറ്റിയിരിക്കുകയാണ്, അങ്ങനെ സ്റ്റേറ്റ്മെന്റ് എഴുതി. അതുകൊണ്ട് അടിയിൽ സൈൻ വാങ്ങിച്ചു. അപ്പോ കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന ആൾക്കാർ പാഗൽ, പ്രാന്തൻ, മടിയൻ, ഇതെല്ലാം കേൾക്കേണ്ടി വരും. പക്ഷേ ദൈവത്തിന് വേണ്ടി വേല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. That is the power of God. That is the power of word. നമ്മള് മരിച്ച ദൈവത്തിനെയല്ല സേവിക്കുന്നത്, നമ്മൾ ജീവിക്കുന്ന ദൈവത്തിനെയാണ് നമ്മൾ സേവിക്കുന്നത്. മരിച്ചോര്, കർത്താവ് പറയുന്നു, മരിച്ചോരെ സംസ്കരിക്കട്ടെ. നിങ്ങള് എന്റെ പിന്നാലെ വാ പറയുമ്പോ കം ഫോളോ മീ പറഞ്ഞു കഴിഞ്ഞാ, ഈ ഫോളോ മീ വാക്യം ആ ഒരു വേർഡ് അത്ര എളുപ്പമുള്ള വേർഡ് അല്ല അത്. ഡു യു തിങ്ക്
If you come to the church, you follow God? No. If you speak the word of God, you follow God? No. Then when you give your life to God, when you surrender your life to God, when you live and die for the living God, that is the real meaning of follow me. നാം ദൈവത്തിന് വേണ്ടി ജീവിക്കാനും മരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാവുമ്പോഴാണ് നമ്മൾ ദൈവത്തിന്റെ ആ വാക്ക് ഫോളോ മീ, എന്റെ പിന്നാലെ വാ. That is a power. ഈ പവർ നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് നമ്മൾ യേശുവിന്റെ ശിഷ്യനായി മാറേണ്ടത്? മാർക്കോസ് 8-ാം അധ്യായം 34 തൊട്ട് 38 വാക്യം ഒന്ന് വായിക്കും. മാർക്കോസ് 8 chapter 34 to 38. പിന്നെ അവൻ പുരുഷാരത്തെയും തൻ്റെ ശിഷ്യന്മാരെയും അരികെ വിളിച്ച് അവരോട് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. ആരെങ്കിലും എൻ്റെയും സുവിശേഷത്തിൻ്റെയും നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ജീവനെ കളയുകയും ചെയ്താൽ അവൻ എന്തു പ്രയോജനം? അല്ല, തൻ്റെ ജീവന് വേണ്ടി മനുഷ്യൻ എന്തൊരു മറുവില കൊടുക്കും? വ്യഭിചാരവും പാപവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ തേജസ്സിൽ വിശുദ്ധ ദൂതരുമായി വരുമ്പോൾ നാണിക്കും. ഹല്ലേലൂയ. ഞാനിത് ഇംഗ്ലീഷിൽ വായിക്കാതെ എന്താ അറിയോ? ഞാൻ ഇംഗ്ലീഷിൽ വായിച്ചാൽ അതിന്റെ സമയം പോകും. അത് കാരണം ആ ഇംഗ്ലീഷ് ആ വേർഡ്സ് ആ പാരഗ്രാഫ് എടുത്ത് വായിക്കുന്നില്ല. ആ മലയാളത്തിലല്ല നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കുന്നത്. ഇംഗ്ലീഷ് അല്ലേ? ഈ വചനം തിരിച്ചറിഞ്ഞ ആരേലും എന്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവനാന്റെ കുരിശെടുത്ത് എന്റെ പിന്നാലെ വാ. കുരിശ് വെച്ചിട്ടല്ല, കുരിശെടുത്തിട്ട്. എന്താണ് ഈ കുരിശ്? മലയാറ്റൂർ പോണ വ്യക്തികള് വലിയ വലിയ തേക്കിന്റെയും അത് ആ മറ്റേ ഓരോ മരത്തിന്റെ കുരിശെടുത്തിട്ട് തോളിൽ വെച്ചിട്ട് നടക്കും. അത് ആ കുരിശാണ്. അതേ വ്യക്തികള് അവരുടെ ജീവിതത്തിൽ വലിയ കുരിശ് വന്നു കഴിഞ്ഞാൽ ദുഃഖങ്ങളും പ്രശ്നങ്ങളും ക്ലേശങ്ങളും രോഗങ്ങളും പ്രതിസന്ധികളും ഇങ്ങനെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ കുരിശെടുത്ത് വേഗം താഴ്ത്തിക്ക് വെക്കാൻ നോക്കും. പക്ഷെ മരത്തിന്റെ കുരിശെടുക്കാൻ ഒരാൾക്കൊരു മടിയില്ല. നമ്മള് അവരെ നോക്കി ചിരിക്കുന്നു. നമ്മളും അതേപോലെ തന്നെയാണ്. നമ്മൾ മരത്തിന്റെ കുരിശ് എടുക്കണില്ല, അത്ര ഉള്ളോ. നമ്മൾ എന്ത് കുരിശ് എടുക്കണേ? അപ്പോ എന്ത് കുരിശെടുക്കണേ? നമ്മള് കുരിശെടുക്കണ്ട്. എന്ത് കുരിശറിയോ? കപടത്തരത്തിന്റെ, ഹിപ്പോക്രസിയുടെ, ആൾക്കാർക്ക് കാണിക്കാനുള്ള കുരിശ്, ആൾക്കാരെ ബോധ്യപ്പെടുത്താനുള്ള കുരിശ്, ആൾക്കാരെ പ്രീതിപ്പെടുത്താനുള്ള കുരിശ്, ആൾക്കാരുടെ മുന്നിൽ വലിയ ആളാവാനുള്ള കുരിശ്. ഇത് ഈ കുരിശുകളെല്ലാം നമ്മൾ എടുത്ത് നടക്കും. പക്ഷെ നമ്മുടെ ജീവിതത്തില് ഒരു ദുഃഖങ്ങളും പ്രശ്നങ്ങളും ക്ലേശങ്ങളും വന്നു കഴിഞ്ഞാൽ ആ കുരിശെടുക്കാൻ നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. അയ്യോ എന്റെ കർത്താവേ, ഈ കുരിശെല്ലാം എന്നെ എടുത്ത് മാറ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ വേലയ്ക്ക് വരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ ജോലി ചെയ്യാം. ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കിട്ടുന്ന സമയങ്ങളും കൊല്ലങ്ങളും മാസങ്ങളും ദിനങ്ങളും ഒക്കെ ഉണ്ടാവോ? ഒരിക്കലും ഉണ്ടാവില്ല. നോക്കിക്കോ, ഒരിക്കലും ഉണ്ടാവില്ല.
അങ്ങനെ വിചാരിച്ച ഒരു വ്യക്തി സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ വ്യക്തി കള്ളനാണ്, കപടനാണ്, ഹിപ്പോക്രിറ്റ്സ് ആണ്. അങ്ങനത്തെ വ്യക്തികൾ കുരിശെടുക്കാണ്ടിരിക്കുക നല്ലത്. മനസ്സിലായ? അപ്പൊ ദൈവത്തിനെ തിരിച്ചറിഞ്ഞ വ്യക്തി എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും ക്ലേശങ്ങളും പ്രതിസന്ധികളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാം നിങ്ങളുടെ തോളിലെടുത്തുകൊണ്ട് ദൈവത്തിന്റെ വേലയ്ക്ക് ഇറങ്ങുക. അയ്യോ, എനിക്ക് സംസാരിക്കാൻ അറിയില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല, എനിക്ക് അധികം നടക്കാൻ പറ്റില്ല, എനിക്ക് അധികം ഇരിക്കാൻ പറ്റില്ല, എനിക്ക് ആദ്യം സംസാരിക്കാൻ പറ്റില്ല, എനിക്ക് ആദ്യം ആൾക്കാരുടെ അടുത്ത് ഇടപെടാൻ പറ്റില്ല. ഇങ്ങനെയല്ല പറയേണ്ടത്. നിങ്ങൾക്കറിയോ, ഞാൻ സുവിശേഷ വേലയിൽ വരുന്നതിന് മുമ്പ് ഭയങ്കര ഷായുള്ള മനുഷ്യനായിരുന്നു. അത് നാണം, എന്നെ സംസാരിക്കാൻ ഭയങ്കര ഭയം, ഒരു നാണം എനിക്കുണ്ടായി. പക്ഷെ സുവിശേഷത്തിന്റെ വേലയിൽ വന്നു കഴിഞ്ഞപ്പോ എന്റെ നാണം, എന്റെ ആ ഷൈനസ് എല്ലാം പോയി. എനിക്ക് പല ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായി. എനിക്ക് 30 കൊല്ലമായിട്ട് എനിക്ക് ഹർണിയ ഉണ്ട്. ഞാൻ 2 തവണ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി വേണം, വേഗം തന്നെ സർജറി ചെയ്യണം. പക്ഷെ ഞാൻ കർത്താവിന്റെ അടുത്ത് പ്രാർത്ഥിച്ചപ്പോ കർത്താവ് എന്നോട് പറഞ്ഞു, പത്രോസിനോട് പൗലോസിനോട് പറഞ്ഞ അതേ വാക്യം, ഇതവിടെ ഇരിക്കട്ടെ മോനെ, ഇതൊന്നും അവിടെ നിന്ന് എടുത്ത് കളയണ്ട, ഇത് വെച്ചിട്ട് നീ പ്രവർത്തിക്ക്. ഇന്ന് 30 കൊല്ലമായിട്ട് ഞാൻ ഈ ഹർണിയ വെച്ചുകൊണ്ടാണ് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായ? പെയിൻ വരും, കുറെ നിൽക്കുമ്പോ പെയിൻ വരും. പക്ഷെ ഇപ്പൊ കർത്താവിനെ മഹത്വം ചെയ്യും. കർത്താവ്, എന്താണ് എനിക്ക് കാശില്ലേ ഹർണിയയുടെ ഓപ്പറേഷൻ ചെയ്യാൻ, സർജറി ചെയ്യാൻ? എന്റെ കയ്യിൽ കാശില്ലേ? പണമില്ലേ? ഉണ്ട്, എന്റെ കയ്യിൽ കാശ്. 10 ലക്ഷത്തിന്റെ സ്റ്റാർ ലൈഫ് ഇൻഷുറൻസ് ആണ് എനിക്കുള്ളത്. എന്തിനാണ് ഞാൻ ഹർണിയയുടെ ഓപ്പറേഷൻ ചെയ്യാണ്ടിരിക്കുന്നത്? ഇതുവരെ ഞാൻ ദൈവത്തോട് ഒരു കമ്മിറ്റ്മെന്റ് ചെയ്തേക്കാണ്, കർത്താവേ, എപ്പോ വരെ എനിക്ക് സഹിക്കാൻ പറ്റുന്നു അതുവരെ ഞാൻ സഹിച്ചോണ്ട് ഇത് മുന്നേറിയോണ്ട് നിന്റെ മേലെ വേല ചെയ്തോണ്ടിരിക്കും. എന്ന് എനിക്ക് സഹിക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല, അന്ന് ഞാൻ ചിലപ്പോ ഓപ്പറേഷൻ ചെയ്തിരിക്കും. സത്യാണ് ഞാനിത് പറയുന്നത്, ഇത് നുണയല്ല. അപ്പൊ എന്താണ് ദൈവത്തിന്റെ വേല? എങ്ങനെയാണ് ദൈവത്തിന്റെ വേല നമ്മൾ ചെയ്യേണ്ടത്? തിരിച്ചറി. ഞാനിതൊന്ന് സ്റ്റഡി ചെയ്തിട്ട് വിചാരിച്ച് ഇതാ പറയേണ്ടതൊന്നും വന്നല്ല. പക്ഷേ എന്നോട് കർത്താവ് പറയുന്നു, നീ ഈ ഒരു ടോപ്പിക്കിൽ നീ എന്റെ മക്കൾക്ക് ക്ലാസ് എടുക്കും. ഈ ഒരു വചനത്തിൽ നീ എന്റെ മക്കളെ ഉയർത്ത്, അവരെ കൈപിടിക്കും. ഇതാണ് ദൈവം, നമ്മുടെ ജീവിക്കുന്ന ദൈവം. ദിസ് ഇസ് അവർ ലിവിങ് ഗോഡ്. നമ്മൾ മരിച്ച ദൈവത്തിനല്ല ആരാധിക്കുന്നത്, നമ്മൾ ജീവിക്കുന്ന ദൈവം നമ്മളുടെ മധ്യം. ആ ദൈവം നമ്മളുടെ മധ്യമുണ്ട്. അത് കാരണം എന്റെ പോലത്തെ ഒരു അൺഎഡ്യൂക്കേറ്റഡ് പറയാം. ചിലർ വിചാരിക്കും ഞാൻ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ്. ഐ ആം നോട്ട് എഡ്യൂക്കേറ്റഡ്. ഞാൻ എഡ്യൂക്കേറ്റഡ് അല്ല. ഐ ആം നോട്ട് എഡ്യൂക്കേറ്റഡ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ എത്ര പഠിച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ചിട്ടേ ഇല്ല. ചിലർ കാണുമ്പോൾ നിങ്ങൾ എഞ്ചിനീയർ ആണോ, നിങ്ങൾ അതാണോ ഇതാണോ ചോദിക്കും. പക്ഷെ ഞാൻ പഠിച്ചിട്ടേ ഇല്ല. അതെന്താ പഠിക്കാണ്ടിരുന്ന അറിയോ? ഞാൻ 3-ാം ക്ലാസ്സിൽ എത്തിയപ്പോ എന്റെ അപ്പച്ചന് സാമ്പത്തികം ബിസിനസ്
ആകെ ഇടിവ് വന്നു, ആകെ സാമ്പത്തിക ബുദ്ധിമുട്ട്, സ്കൂളിൽ ഫീസ് കൊടുക്കാനുള്ള കാശില്ല, ട്യൂഷൻ പോകാനുള്ള കാശില്ല. എന്റെ 5ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങി. പല ജോലികൾ. അങ്ങനെ ജോലി ചെയ്ത് 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 ഞാൻ ദൈവവേല ആരംഭിച്ചു. ആ ജോലി ചെയ്ത് ചെയ്ത് ചെയ്തിട്ട് ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു. ഇറ്റ് ഈസ് നോട്ട് എ ഈസി ജേർണി. അത് ഒരു സിമ്പിൾ ജേർണി അല്ല. അതൊരു എളുപ്പമുള്ള യാത്ര അല്ല. ഭയങ്കര ടഫ്. ഇറ്റ് ഈസ് വെരി ടഫ്. ഇങ്ങനെ നമ്മളുടെ ഉള്ളിൽ ഓരോ വ്യക്തികൾ വളരണം, മറ്റുള്ളവരെ വളർത്തണം, മറ്റുള്ളവർ നമ്മളെ കണ്ട് വളരണം. ദാറ്റ് ഈസ് ദ റിയൽ സുവിശേഷം. അതാണ് റിയൽ സുവിശേഷം. എന്ത് കിരീടമാണ് നമുക്ക് ലഭിക്കേണ്ടത്? ഈ ലോകത്തിൽ എന്ത് കിരീടമാണ് നമുക്ക് വേണ്ടത്? ആൾക്കാരുടെ പ്രശംസ, പേര്. എനിക്ക് അങ്ങനെ പ്രശംസ, പേര് നേടാൻ ഞാൻ എത്ര പ്രശംസ, പേര് നേടി നിങ്ങൾക്കറിയോ? എവിടെ നിന്നൊക്കെ എനിക്ക് ഓഫർ ഉണ്ടായി, എവിടെ നിന്നൊക്കെ എനിക്ക് വലിയ വലിയ സുവിശേഷത്തിന് വേണ്ടി ഓഫർ ഉണ്ടായി. ചില മുസ്ലിം സഹോദരൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, അവർ വിശ്വാസിയല്ല, യേശു വിശ്വാസമില്ല, പക്ഷെ കോടീശ്വരൻ, മില്യണർ, മൾട്ടി മില്യണർ എന്നോട് വന്ന് പറഞ്ഞു, ഇന്ന് സ്പിരിച്വാലിറ്റി ഒരു വലിയൊരു ഇൻകം സോഴ്സ് ആണ്. ഞങ്ങൾ എത്ര വേണമെങ്കിൽ കാശ് നിങ്ങൾക്ക് ഇടാം, നിങ്ങൾ സ്റ്റേജിൽ ഞങ്ങൾ സ്ഥലം വാങ്ങിച്ചു തരാം, ഓഡിറ്റോറിയം കെട്ടിത്തരാം, ഞങ്ങൾ അങ്ങനെ നിങ്ങളുടെ ഫെയിം ഉണ്ടാക്കി തരാം, പക്ഷെ ലാഭത്തിൽ കിട്ടണ ഇത്ര കാശ് ഞങ്ങൾക്ക് കിട്ടണം. ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ ദൈവത്തിന് വിൽക്കില്ല. ഈ പല സുവിശേഷങ്ങളൊക്കെ കാണുന്നില്ലേ, ഇതൊക്കെ അവര് ദൈവത്തിന് വിറ്റ് വലിയ ഫെയിം ഉണ്ടാക്കുന്നതാണ്. അവരെ പരസ്യങ്ങൾ, ബോർഡ്, ബാനർ, ഇങ്ങനെ എല്ലാവരും ദൈവത്തിന്റെ വചനം പറയുന്ന വ്യക്തികൾ ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഞാനും അല്ലെങ്കിൽ ജോസേട്ടൻ ഇതുപോലത്തെ വലിയ വലിയ ഓഡിറ്റോറിയം ഇട്ട് കെട്ടി അവിടെ ഇവിടെ ഈ ലോകത്തിന്റെ പല ഭാഗത്തിൽ സുവിശേഷം പറഞ്ഞു നടന്നെ. അത് സുവിശേഷമല്ല, അതിതാ. പക്ഷെ അതൊന്നുമില്ലാണ്ട് ഞങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നത്, അതാണ് ദൈവത്തിന്റെ ശരിയായ വിളി അനുസരിച്ചുള്ള സുവിശേഷം. ഒരു വചനം, ദ ട്രൂ ഹാപ്പിനെസ്, മാത്യു ചാപ്റ്റർ 5 verse 3 to 12. എന്താണ് സത്യം, ഒരു സന്തോഷം, ട്രൂ ഹാപ്പിനെസ്? ഒന്ന് വായിച്ചേ. മാത്യു 5-ാം അധ്യായം 3 മുതൽ 12 വാക്യം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വിശന്നു ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പിൻ. നിങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. ഹല്ലേലൂയ. സുവിശേഷത്തിന് പോണ ആൾക്കാരെല്ലാം ഈ കാര്യം ശ്രദ്ധിച്ചോ. മുംബൈയില് ഞാൻ സുവിശേഷം ചെയ്തപ്പോ എന്നെ ആൾക്കാര് അടിക്കാൻ വന്നു, പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയി, അത് ചെയ്തു ഇത് ചെയ്തപ്പോ ചില ആൾക്കാർ പറഞ്ഞു, ഇവൻ ശരിയല്ലാത്ത കാരണമാണ് ഇവന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത്. ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, ഞങ്ങൾ എത്ര സുഖമായിട്ട് സുവിശേഷം പറയുന്നു.
ഞങ്ങളെ ആരും പിടിക്കാനും വരുന്നില്ല, അടിക്കാനും വരില്ല, കൊട്ടാനും വരുന്നില്ല, ഓടിപ്പിക്കാനും വരുന്നില്ല. കണ്ട, ഞാൻ എത്ര നല്ല രീതിയിൽ സുവിശേഷം പറയുന്നു. അവൻ കണ്ട, അവൻ ചെയ്യുന്നത് ശരിയല്ലാത്ത കാരണം അവൻ ലോകം പിടിച്ചത് കൂട്ട ആൾക്കാർ വന്നിട്ട് അവനെ പിടിച്ച് അടിക്കുന്നതും അവനെ പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോകുന്നതും അവനെ ഇൻസൾട്ട് ചെയ്യുന്നതും. അതാണ് ഇപ്പൊ വചനം കേട്ടത്. എല്ലാ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അങ്ങനെയല്ല. എന്തിന്? ഈ ജീവനില്ലാത്ത സുവിശേഷകന്മാരനെ ആരെങ്കിലും അടിക്കാൻ വരും? പിശാചിനറിയാം ഇവൻ ആദ്യം തന്നെ മരിച്ചിരിക്കുകയാണ്. പിന്നെ ഇവനെ പോയിട്ട് അടിച്ചിട്ട് എന്ത് കാര്യം? ഈ മരിക്കാത്ത വ്യക്തിനെ പിടിച്ചടിക്കട്ടെ, അല്ലേ? അപ്പോ നിങ്ങൾ സുവിശേഷം പറഞ്ഞ് നിങ്ങളെ അടിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ ആട്ടി പറഞ്ഞയച്ചില്ലെങ്കിൽ, നിങ്ങൾ ശരിയായ സുവിശേഷമല്ല. This will happen because the word of God says this. അപ്പൊ ഈ വചനം നിങ്ങൾക്ക്, ഇന്നത്തെ ഈ വചനം നിങ്ങൾക്ക് മനസ്സിലായോ? ഇന്ന് സുവിശേഷത്തിന് ഇറങ്ങാൻ പോണ ഓരോ വ്യക്തികൾ ഈ കേട്ട വചനങ്ങളെല്ലാം ധ്യാനിച്ചിറങ്ങുക. ഒരു കാര്യം ധ്യാനിക്കുക, ഇത് ഈസി അല്ല. ദിസ് ഇസ് വെരി ടഫ് ജോബ്. ദൈവത്തിന്റെ സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചു വരണം. ഇനി എന്ത് കൊറോണ വന്നാലും, എന്ത് ഭൂമി കുലുക്കണ്ടായാലും സുവിശേഷം നിൽക്കരുത്. Don't ever give any chance to stop this word of God through you. ഇന്നത്തെ ഈ വാക്കുകൾ ഞാൻ ദൈവത്തിന്റെ പ്രസൻസിൽ ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ വാക്കുകളെല്ലാം നിങ്ങളെ, ഈ ദൈവത്തിന്റെ വചനങ്ങളെല്ലാം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ. ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. എന്റെ ജീവിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളെല്ലാവരിലും വ്യാപിക്കട്ടെ. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിങ്ങളെല്ലാം ലോകം മൊത്തം പോയി ആ ദൈവത്തിന്റെ, കർത്താവിന്റെ, ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രകാശം പകർന്നു കൊടുക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.